ഈ ധ്യാൻ ശ്രീനിവാസൻ സിനിമകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള സിനിമകളൊന്നുമല്ല. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ പെട്ടി എന്നുള്ളൊരു രീതിക്ക് തന്നെയാണ് നമ്മൾ തിയേറ്ററിൽ കയറുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ഈ ബുള്ളറ്റ് ഡയറീസ്, ഈ ബുള്ളറ്റ് ഊട്ടി വരെ ഓഡിയോ അല്ലെങ്കിൽ പെട്ടിയിലാണോ എന്നുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് തുടർന്ന് വീഡിയോ കാണാം. ഈ സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പോസിറ്റീവ് ഇതിന്റെ തീം തന്നെയാണ്. ഇതിന്റെ തീം ഒട്ടുമിക്ക യങ്സ്റ്റേഴ്സിനും കണക്റ്റ് ആവും. അതാണ് ഈ സിനിമയുടെ വലിയൊരു ഒരു വിജയം എന്ന് പറയുന്നത്. അത് ഈ സിനിമയുടെ വിജയമല്ല, ഈ തീമിന്റെ വിജയം എന്ന് പറയുന്നത്. കാരണം അത് പെട്ടെന്ന് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ ഒരു വണ്ടി ഭ്രാന്തനായിട്ടുള്ള ഒരാൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അത്ര വണ്ടി ഭ്രാന്തനായിട്ടുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ ഒരു ക്യാമറ എനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്യാമറയും ഞാനും തമ്മിലുള്ളൊരു ആത്മബന്ധം അത് ഭയങ്കര വലുതായിരുന്നു. അപ്പൊ അത് പെട്ടെന്നൊരു ദിവസം കൈവിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമവും കാര്യങ്ങളൊക്കെ അതെനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി, ആ ഒരു ഇമോഷൻ കാര്യങ്ങളെല്ലാം. പിന്നെ ഈ സിനിമയുടെ പെർഫോമൻസ് സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസിന്റെ ഒപ്പം പറയേണ്ട കാര്യമാണ് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളൊന്നും അത്ര എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത്രത്തോളം കണക്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ബോണ്ടിങ് കാര്യങ്ങൾ കെമിസ്ട്രി ഒന്നും വർക്കൗട്ട് വലിയ രീതിയിൽ വർക്കൗട്ട് ചെയ്തതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കോമഡികളുടെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ സിനിമയിൽ ഉള്ള തമാശകളുടെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ വൻ പരാജയമായിട്ടുണ്ടെന്ന് തന്നെ പറയണം. വൻ തോൽവിയായിട്ടുണ്ട്. ഒരു കോമഡി പോലും ചിരി വരുന്നതില്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ ഇത് ഏത് കാലത്ത് എഴുതി വെച്ചതാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള പല തമാശകളും സിനിമയിലുണ്ട്. പിന്നെ നമ്മുടെ കോട്ടയം പ്രദീപ് എന്ന സിനിമയിൽ കാണാൻ പറ്റി. മരിച്ച ഇത്രയും നാൾക്ക് ശേഷവും പുതിയൊരു സിനിമയിൽ അദ്ദേഹത്തെ കാണുക എന്ന് പറയുന്നത് അത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ഇത് അപ്പൊ അന്ന് ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന സിനിമയാണത്. ഡബ് ചെയ്തിരിക്കുന്നത് വേറെ ആരോ ആണ് അദ്ദേഹത്തിന്റെ. എനിവേ അതൊരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു സിനിമയിൽ. പിന്നെ സിനിമയെ കുറിച്ചിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. ഷാൻ റഹ്മാന്റെ തട്ടത്തിൻ മറയത്തിലെ ചില മ്യൂസിക് കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കടന്നു വരുന്നുണ്ട്. അതൊന്നും ഒട്ടും മോശമായെന്നല്ല കേട്ടോ, എനിക്ക് പെട്ടെന്ന് ആ ഒരു വൈബാണ് കിട്ടിയത്. മൊത്തത്തിൽ മ്യൂസിക് അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ത്രൂ ഔട്ട് സിനിമയിൽ മൊത്തത്തിൽ മ്യൂസിക് എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. സിനിമാറ്റോഗ്രാഫി കാര്യങ്ങളെല്ലാം സിനിമക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോട്ടുകള് പഞ്ഞൊന്നുമില്ല, ഷോട്ടിനൊന്നും ഒട്ടും പഞ്ഞൊന്നുമില്ല, ഒട്ടും പിശുക്കിയിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു ബുള്ളറ്റ് മോഡിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ആ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പ്രേഗ മാർട്ടിനാണ്. അപ്പോൾ പ്രേഗ മാർട്ടിന്റെ കുറെ അധികം നാൾക്ക് ശേഷം ഒരു സിനിമ കാണുന്നത് ഈ സിനിമയാണ്. വേറെ സിനിമ ഡാൻസ് പാർട്ടി ഒന്നും കണ്ടിട്ടില്ല, എന്താണോ എന്തോ. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഇടുന്ന എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ആ എന്തെങ്കിലും ആട്ടെ, ക്യൂട്ട്നെസ് ആയിരിക്കാം ഉദ്ദേശിച്ചത്. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്കത് കണ്ടപ്പോൾ എനിവേ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചില സംഭവങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരും തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ധ്യാൻ ശ്രീനിവാസന്റെ കാര്യം, ഇത് അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള വലിയ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള റോളൊന്നും അല്ല ഇതിൽ ആർക്കും തന്നെ. സിനിമ ചെറിയ രീതിയിൽ നിങ്ങളൊരു വണ്ടിപ്രാന്തനോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഗാഡ്ജറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഒരു ആത്മബന്ധമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഈ സിനിമ കണക്ട് ആവും. ഈ സിനിമയിൽ അത്രയും മനോഹരമായിട്ട് ഈ സിനിമ നിങ്ങളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പോരായ്മകളൊക്കെ നിങ്ങൾ വിട്ട് കളയും, ഉറപ്പായിട്ടും വിട്ട് കളയും. ഈ ബേസിക് തീം നമ്മളായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിലാണ് നമുക്ക് സിനിമ ലാഗായിട്ട് തോന്നുന്നത്, ബോറായിട്ട് തോന്നുന്നത് ഒക്കെ. നമുക്ക് ബേസിക് തീം നമ്മളായിട്ട് കണക്ട് ആയില്ലെങ്കിലാണ്. ഇതിലെ ബേസിക് തീം തന്നെ എന്നായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ തരക്കേടില്ലാതെ വലിയ ബോറടി ഇല്ലാതെ എനിക്ക് കണ്ട് തീർക്കാൻ പറ്റി. 1 മണിക്കൂർ 55 മിനിറ്റ് എന്തോ സിനിമയുള്ളൂ. അത് വലിയ കാര്യമായിട്ട് എനിക്ക് ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. എന്നാലും ചെറിയ അവിടെ ഇവിടെയൊക്കെയുള്ള ഒരു വലിച്ചില് തോന്നിയെന്നുണ്ടെങ്കിലും ആ ഒരു പ്രോപ്പർ മേക്കിങ് കാര്യങ്ങളൊക്കെ ആ ഒരു ലാഗും കാര്യങ്ങളൊക്കെ മറികടക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ള അത്രയൊക്കെ ഉള്ളൂ ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇത് തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിന് മുന്നേ ഇറങ്ങിയ ചീന ട്രോഫിനേക്കാൾ മികച്ചത് ആണെന്ന് ഞാൻ പറയുന്നില്ല. ചീന ട്രോഫി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിന്റെ കുറച്ച് 1-2 പടി താഴെ നിൽക്കുന്ന ഒരു സിനിമയാണ്. മോശം സിനിമയല്ല, ഒരു ആവറേജ് സിനിമ അല്ലെങ്കിൽ ഒരു ആവറേജിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു ബുള്ളറ്റ് ഡയറീസ് എന്ന് പറഞ്ഞ ഈ സിനിമ. അത്രേ ഉള്ളൂ സിനിമയെ കുറിച്ചിട്ട് പറയാനായിട്ട്. എനിവേ താങ്ക് യു സോ മച്ച്.